കേരളത്തിൽ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സകല വികസന പദ്ധതികളുടെയും ക്രെഡിറ്റ് തട്ടാനെത്തുന്ന BJP തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ പണി പൂർത്തിയായപ്പോഴും സമാന രീതിയിലുള്ള അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്മാർട്ട് റോഡുകൾ കേന്ദ്ര പദ്ധതിയാണെന്ന അവകാശവാദവുമായാണ് BJPയുടെ രംഗപ്രവേശം. എന്നാൽ ഇതേ BJPയുടെ കൗൺസിലർമാരും നേതാക്കളുമാണ് റോഡ് പണി നടക്കുന്നതിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള കുഴികൾ മണ്ണിട്ട് മൂടുന്നതും നിർമ്മാണ വസ്തുക്കൾ നശിപ്പിച്ചതും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒരു നഗരം മതിയെന്ന് UDF ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. അതിനാൽ തന്നെ അന്ന് തിരുവനന്തപുരത്തിന് സ്മാർട്ട് സിറ്റികളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ പറ്റിയിരുന്നില്ല. പിന്നീട് ഒന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് തിരുവനന്തപുരത്തെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോഴും കേന്ദ്രം 500 കോടി മാത്രമേ നൽകുമെന്നും ബാക്കി തുക വഹിക്കാൻ സംസ്ഥാനത്തിന് കഴിയുമെങ്കിൽ മാത്രം പദ്ധതിയുടെ ഭാഗമാകണം എന്നതുമായിരുന്നു ചട്ടം. ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് LDF സർക്കാരും കോർപ്പറേഷൻ ചേർന്ന് പദ്ധതി പൂർത്തിയാക്കുന്നത്. പദ്ധതിക്ക് വേണ്ടി 500 കോടി രൂപ സംസ്ഥാന സർക്കാരും 135 കോടി രൂപ ULB ഷെയറായി കോർപ്പറേഷൻ വഹിക്കുകയാണ് ഉണ്ടായത്. ഈ കണക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് BJP പദ്ധതിയുടെ ക്രെഡിറ്റ് തട്ടാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറുന്ന ധനവിഹിതം എന്തോ ഔദാര്യമാണ് എന്ന ആഖ്യാനത്തിന്റെ ഭാഗമായാണ് ഈ അസംബന്ധ വർത്തമാനവും. എന്നാൽ കേന്ദ്രം സംസ്ഥാനത്തിന് ധനവിഹിതം കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടോ എന്ന് കേരളത്തിലെ BJP നേതാക്കൾ ചർച്ച ചെയ്യുന്നുമില്ല. കണക്കുകൾ പരിശോധിച്ചാൽ കേന്ദ്രം മലയാളികളിൽ നിന്ന് പിരിച്ച തുകയുടെ 26.6% മാത്രമാണ് സംസ്ഥാനത്തിന് തിരിച്ചു കിട്ടിയതെന്ന് മനസ്സിലാവും. അതായത് 2024-25 വർഷം യൂണിയൻ സർക്കാർ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചത് 91,000 കോടി രൂപയാണ്. എന്നാൽ എല്ലാം കൂടി കേരളത്തിന് തിരിച്ചു കിട്ടിയതാവട്ടെ 24,214 കോടി രൂപ മാത്രവും.